മണലൂർ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. 3 പേരും നല്ല ശക്തരായുള്ള ആൾക്കാരാണ്. ഇപ്പോൾ പുതിയൊരു ജനറേഷന് മുഴുവൻ പുതിയൊരു ഭരണം കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കേരളത്തിലും ഒരു മാറ്റം വരണം എന്ന് വെച്ചിട്ട് വളരെ മോശമായിട്ടുള്ളൊരു തൊഴിലുകൾ ഒന്നുമില്ല ആൾക്കാർക്ക്. വളരെ മോശം ഘട്ടത്തില്ല. ഞങ്ങളൊക്കെ ഒരു തൊഴിലിന് പോകണമല്ല, ഒരു വഴിയിലും തൊഴിൽ കാണാനില്ല. ഈ ഭരണം വളരെ മോശമാണെന്നാണ് എൻ്റെ ഒരു ധാരണ. എന്നുവെച്ചാൽ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഏത് പാർട്ടി ഭരിച്ചാലും സാധാരണക്കാർക്കൊരു ഗുണം ഈ ഭരണത്തിൽ കാണുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയൊരു സിസ്റ്റം ഭരണം വേണം എന്നാണ് എല്ലാവരുടെ ഒരു അഭിപ്രായം. പുതിയ ജനറേഷനൊക്കെ വേറെ രീതിയിലാണ് ചിന്തിക്കുന്നത്. എന്നുവെച്ചാൽ വോട്ട് കൊടുക്കണ്ടെങ്കിലും തീരെ ഒരു ഭരണത്തിന് ജനങ്ങൾക്കൊരു ഉപകാരമില്ല. ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെ കാണുന്നത്. മണലൂർ പ്രതാപനായിരിക്കും. ആളാണ് സ്ട്രോങ്, ആളെ ജയിക്കുക. ബാക്കിയുള്ളവരുടെ ആളുടെ മുമ്പ് മത്സരം ജയിച്ചിട്ടുള്ളതല്ല, അതുകൊണ്ട് ആയിരിക്കും സാധ്യത. ഇപ്പോൾ നോക്കിയെടുത്തോളം പ്രതാപനക്കാണ് ചാൻസ് കാണുന്നത്. പിന്നെ ഇപ്പോൾ പറയാൻ പറ്റില്ല, ജനങ്ങളെ കയ്യിലല്ലേ കാര്യങ്ങളൊക്കെ. അല്ല, പ്രതാപൻ പൊതുവെ ഇലക്ഷനൊക്കെ നിന്ന് ഒരു കൂടുതൽ പരിചയമുള്ള ആൾക്കാരല്ലേ. അപ്പോൾ അവരെ പ്രത്യേകിച്ച് ജനങ്ങൾ വിലയിരുത്തുമല്ലോ, അത് വെച്ചിട്ട് ആണ് പറഞ്ഞത്. 3 ആൾക്കും സാധ്യതയുണ്ട്. അതിപ്പോൾ ഇനി വോട്ടെടുപ്പിന് ശേഷം ആർക്കാണ് മുൻതൂക്കം എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കും കാര്യമുള്ള മെജോറിറ്റി കിട്ടില്ല. ഒരു തൂക്ക് മന്ത്രിസഭയ്ക്ക് സാധ്യത. മണലൂർ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനെ പിടിക്കും. 3 ആളും നല്ല പ്രവർത്തകരാണ്. അവർ ജയിക്കാൻ സാധ്യത. ആരും പ്രത്യേകിച്ച് പറയാൻ പറ്റത്തില്ല. 3 പേരിൽ പ്രതാപനും പിന്നെ BJP അത്ര ഇതില്ല. BJP ഇപ്രാവശ്യത്തെ സ്ഥാനാർത്ഥി ഒരു നല്ല അനിൽ കുമാർ നല്ലതാണ്, ഒന്നും പറയാൻ പറ്റില്ല. ആദ്യത്തെ 5 വർഷം പിണറായിയുടെ നല്ലൊരു ഗവൺമെൻറ് ആയിരുന്നു അത്. പക്ഷേ രണ്ടാമത്തെ 5 വർഷം തന്നെ ജനങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങളും അതും ഇതൊക്കെ ഉണ്ടായിട്ട് അതിന് ശേഷം വലിയൊരു മതിപ്പുണ്ടായിരുന്നില്ല. പിന്നെ പെൻഷൻ അങ്ങനെ ഒക്കെ പറഞ്ഞിട്ട് ഓരോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ജനങ്ങൾക്ക് നീറുന്ന പ്രശ്നങ്ങളാണ് നോക്കുന്നത്. പിന്നെ പുരോഗമനം തന്നെ പുരോഗമനം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അതിനൊന്നും നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ 2 പ്രാവശ്യം അവരെ തന്നെ കയറിയതിൻ്റെ പേരിൽ പ്രാവശ്യം UDF കയറാൻ സാധ്യത ഉണ്ടോ എന്നൊരു സംശയം. കാരണം കോൺഗ്രസ്സിന് വേറെ കുഴപ്പമുണ്ട്. കാരണം എല്ലാവർക്കും പദവി വേണം. അതാണ് അവർക്ക് ഏറ്റവും വലിയ പ്രയാസം. അതവർ ചിന്തിക്കുന്നില്ല, അതിനെ പറ്റിയിട്ട് അവർ ചർച്ച ചെയ്യുന്നുമില്ല. എല്ലാവർക്കും സീറ്റ് ആ പദവിയാണ്. പക്ഷേ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അതല്ല. അവർ പദവി അലങ്കരിച്ചോട്ടെ, പക്ഷേ ജനങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന അവകാശങ്ങൾ നേടിക്കൊടുക്കണം. അവർ നമ്മൾ ഒരാൾ പ്രതിനിധിനെ അയക്കുമ്പോൾ അവർ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, അവർ നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഇതുണ്ടാവുന്നില്ല. അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യലാണ് സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നിർത്തിവെക്കുകയാണെങ്കിൽ UDF തന്നെ വരും. UDF കാരണം നമ്മൾക്കൊരു ചേഞ്ച് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, പുരോഗമനം മാത്രമല്ലല്ലോ. അപ്പോൾ ആ ഒരു ചേഞ്ച് ഉണ്ടാവാം ഇപ്രാവശ്യം സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ കണക്കൂട്ടൽ. മണലൂരിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിലും എന്താ പറയുക, പ്രതാപൻ ഇപ്പോൾ ഇവിടുത്തെ സ്ഥാനാർത്ഥി ഒരു വലിയ കുഴപ്പമില്ലാത്ത ആളാണ്. മറ്റുള്ളവരെ പറ്റി നമ്മൾക്ക് വലിയ അഭിപ്രായം പറയാൻ പറ്റില്ല. ഇവിടെ LDF തന്നെ അധികാരത്തിൽ വരും. മണലൂർ രവീന്ദ്രൻ മാഷന് നല്ല വ്യക്തിയാണ്. 3ാം ഭരണം വരുന്നുള്ള ഒരു ഉറപ്പ് തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവും. മണലൂർ ജയിച്ച പ്രൊഫസർ രവീന്ദ്രനാഥ്, അതിൽ യാതൊരു സംശയവുമില്ല. രവീന്ദ്രമാഷ് അങ്ങനത്തെ ഒരു മനുഷ്യനാണ്, നല്ലൊരു അധ്യാപകനാണ്. ആൾ ജയിക്കണം തന്നെയാണ് ആഗ്രഹം. എന്ന് പറയുമ്പോൾ മാറ്റം എന്തായാലും മാറും. പ്രാവശ്യം എല്ലാവരും ആഗ്രഹിക്കണമല്ല മാറ്റം വരുന്നത്. ആരാണെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. ഒരു അത്യാവശ്യം ഒരു മാറ്റമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ആരെങ്കിലും LDFിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കാനാണ് കൂടുതൽ സാധ്യത. കേരളത്തിൽ LDF വരണം തന്നെയാണ് ആഗ്രഹം. സാധ്യത LDF തന്നെയാണ്. LDFിൻ്റെ സാധ്യത തന്നെയുള്ളൂ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഇതൊക്കെയായാലും അവരിനെ ജയിക്കണം എന്നുള്ള ഒരു വലിയൊരു ആഗ്രഹമുള്ളത്. മണ്ണൂർ ജയിക്കുന്ന LDF തന്നെ ജയിക്കുള്ളൂ. പ്രതാപൻ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഒരു 10 കൊല്ലം ഭരിച്ചു. പിന്നെ ഇപ്പോൾ പ്രതാപനോടൊരു പേരുള്ള ആളാണ്, കുറച്ച് പ്രവർത്തനമൊക്കെ ചെയ്യുന്ന വ്യക്തിന്. അതുകൊണ്ടുള്ള ചാൻസ് ആൾക്കന്നെ നല്ല ഭൂരിപക്ഷത്തിലാണ് ജയിക്കുക. കേരളത്തിൽ ഇപ്പോൾ സുരേഷ് ഗോപി ഇവിടെ വന്നു, ജയിച്ചിട്ടൊരു നന്ദി പോലും പറയാൻ കൊണ്ട് വന്നില്ല. നമ്മൾ രാഷ്ട്രീയമില്ലാത്ത ആളാണ്, നല്ല വ്യക്തിക്ക് വോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ആളൊരു നന്ദി പറയാൻ പോലും വന്നില്ല. ഇപ്പോൾ BJPയുടെ മൊത്തം മാർക്കറ്റ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ വളരെ പിന്നിലേക്ക് പോകുന്നതാണ് ഞാൻ പറയുന്നത്.
അതുകൊണ്ട് പ്രതാപൻ തന്നെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന MLA ഒക്കെ കൂടുതൽ ഒരു കാര്യങ്ങൾ ഇവിടെ റോഡിന് വേണ്ടിയിട്ട് ഒന്നിനും ചെയ്തു. കേരളത്തിൽ കോൺഗ്രസ് തന്നെ ഭരിക്കും. വർക്കൊക്കെ കണ്ടിട്ട് പ്രതാപനാണ് കൂടുതൽ. എല്ലാ പാർട്ടിയൊന്നും അല്ല കേട്ടോ. കേരളത്തിൽ LDF വരാൻ ചാൻസ് കുറവാണ്. കാരണം എല്ലാവർക്കും അറിയാലോ ഇപ്പോഴത്തെ ഭരണം അങ്ങനെയല്ലേ. സെയിം തന്നെയാണ് പറയാനുള്ളത്. പ്രതാപൻ തന്നെ ആയിരിക്കും പ്രാവശ്യം ഇവിടെ ജയിക്കുന്നുണ്ടാവുക. കേരളത്തിൽ മിക്കവാറും UDF തന്നെയായിരിക്കും കൊണ്ടുപോകുന്നത്. കുറവാണ്. ഞങ്ങൾ കൂടുതൽ LDF സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഭരണ മികവ് കാരണം മിക്കവാറും UDF ആയിരിക്കും ഇപ്രാവശ്യം കൊണ്ടുപോകാൻ തോന്നുന്നു.